ഹായ് ഹലോ ഹായ് അയ്യോ നാളെ കയ്യൊന്ന് ചെറുങ്ങനൊന്ന് ഒടിച്ചില്ലേ വീണില്ലേ അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് എന്ത് പറയുന്നാണ് ടൂറിന്റെ വർത്താനം കയ്യൊരു മുന്നിൽ നമുക്ക് പോവായിരുന്നില്ല ടൂറ് നിനക്ക് ടൂറിന് ഇഷ്ടാ അപ്പൊ എന്താ ഇന്നത്തെ വന്നതെന്ന് വെച്ചാലേ നമ്മളെ ഇന്ത്യ ടു സൗദി പാക്കിങ് കാര്യങ്ങൾ കാണിച്ചില്ല ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എന്തൊക്കെയുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എപ്പിസോഡ് ഒന്ന് കാണാൻ പോകുന്നത്. വെൽക്കം ടു ന്യൂ വീഡിയോ പറയ്. വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പോൾ ഞാൻ എന്തൊക്കെയുള്ളതെന്ന് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ സാധനം കാണിച്ചു തരാം. ഓക്കെ, ബാഗ് കിട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ബാഗാണ് അല്ലേ. ഇത് കുറേ മുന്നേ ഞാൻ വാങ്ങിയിരിക്കണ ഈ ബാഗ് കിട്ടാം. ബാക്കിൽ ഇങ്ങനെ ഒരാളിങ്ങനെ യൂട്ടർ അടിച്ച് നടക്കും വിഷയക്കണ്ട. കുറേ മുന്നേ വാങ്ങിയ ബാഗാണ്. ഏകദേശം ഇതിൻ്റെ അടുത്തൊരു 1 ഇയറിൻ്റെ എബോവ് ആയി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്ത്യ ടു സൗദി ട്രിപ്പിൽ യൂസ് ചെയ്യാൻ പോണ ബാഗ്. പിന്നെ ഉള്ള ടെൻ്റാണിത്. 2+1 ടെൻ്റാണ്. ഒരു ഫ്രണ്ട് എനിക്ക് മേടിച്ച് തന്നാ കേട്ടോ. ഞാൻ എൻ്റെ അടുത്തുള്ള ടെൻ്റാണ്. അത്യാവശ്യം നല്ല വലിയ ടെൻ്റായിരുന്നു. 4+ൻ്റെ ടെൻ്റ്, ഫാമിലി ടെൻ്റായിരുന്നു. അപ്പോൾ കൊണ്ടുപോകാൻ ഇങ്ങനെ ബുദ്ധിമുട്ടൊക്കെ പാടെ പറഞ്ഞപ്പം മേടിച്ചു തന്നതാണ്. ഞാൻ മിനിയാന്ന് വാങ്ങിയത് ഡെക്കാത്തോടെ നിന്ന് വാങ്ങിയതാണ്. 2500 രൂപയായി, 2500 രൂപ. അതിൻ്റെ ബാക്കി സാധനങ്ങളൊക്കെയാണ് ഇത്. ടെൻ്റ് അടിക്കാനുള്ള ലെഗ് കാര്യങ്ങളൊക്കെ ഉണ്ടത്. ഞാൻ വാക്കിംഗ് സ്റ്റിക്ക് ഹൈക്കിങ് ചെയ്ത് പോകും, ലോങ് ട്രാവലിംഗ് ചെയ്ത് പോകുന്ന ടൈമിൽ ബൈ സപ്പോർട്ടിങ് കുത്തി നടക്കാം. അപ്പോൾ ഇതെന്തായാലും മസ്റ്റ് യൂസാണ്, യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഞാനത് ഓൺലൈനിൽ നിന്നാണ് വാങ്ങിയത്. ഞാനിത് സൗദിയിലാണ് ടൈമിൽ വാങ്ങിയതാണ്. എനിക്ക് അന്ന് നാട്ടിലത്തെ ഒരു 650 രൂപ എബോ വയ്ക്കണം. അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ള സാധനം ഇരുന്നു. അവിടുന്ന് നൂന്ന് വാങ്ങിയതാണ്. ഇവിടുത്തെ എനിക്കറിയില്ല ഇതിന് ക്വാളിറ്റി പറ്റിയിട്ടൊന്നും. എന്തായാലും സംഭവം അടിപൊളി സാധനം കേട്ടോ. എന്തായാലും യൂസ് ചെയ്തിട്ടൊന്നുമില്ല. എന്തായാലും ഇത് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മളെ ഈ ട്രിപ്പിലാണ്. അടുത്തത് സ്ലീപ്പിംഗ് ബാഗ്. ഇത് ഏകദേശം ഒരു 3 വർഷം അതിൻ്റെ അടുത്ത് നമ്മൾ മണാലി ട്രിപ്പൊക്കെ ചെയ്തിരുന്നു കുറച്ച് മുന്നേ. അപ്പോൾ ആ ടൈമിൽ വാങ്ങിയ സാധനമാണ് ഇത്. ഇതിന്മേൽ എഴുതിയിരിക്കണേ 20 ഡിഗ്രി വരെയൊക്കെ തണുപ്പ് ഇതിൽ റെസിസ്റ്റൻറ്റ് ചെയ്യുന്നുള്ളത്. -20 ഒന്നല്ല കേട്ടോ, അതുണ്ട്. അപ്പോൾ സ്ലീപ്പിംഗ് ബാഗ് കൂടി ആയിട്ടോ. ഇത് പിന്നെ ജാക്കറ്റാണ്. നമ്മളെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഈ ജാക്കറ്റ് നമ്മൾ മണാലി ട്രിപ്പിൽ ഓൾറെഡി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ജാക്കറ്റ് മണാലി ടു ഫാമിലി ട്രിപ്പ് പോയി നമ്മൾ അന്ന് വാങ്ങിയ ജാക്കറ്റാണ് ഇട്ടത്. അന്ന് ഏകദേശം എനിക്ക് 3000 രൂപ അയക്കണേ. എന്നെ പറ്റിച്ചതാണ് സംഭവം. അവിടുന്ന് വാങ്ങിയതാണിത്. അതും ഇപ്പോൾ ഉപകാരപ്പെട്ട്. ഇത് നമ്മളെ റെയിൻ ജാക്കറ്റാണ്, റെയിൻ കോട്ട് എന്നൊക്കെ പറയില്ല. അതാണ് യൂസിങ് എന്ന് വെച്ചാൽ ബൈ ചാൻസ് നമുക്ക് മഴയൊക്കെ പെയ്യാണെന്നുണ്ടെങ്കിൽ ലോങ് ട്രാവലിംഗ് അല്ലേ, എന്താണ് വെയിൽ കിട്ടുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാങ്ങിയെന്നുള്ളൂ. 100 രൂപ ഉള്ളൂ. ഇത് നമ്മൾ ഗോവ ട്രിപ്പ് പോയ ടൈമിൽ ഗോവയിൽ നിന്ന് വാങ്ങിയ സാധനം കേട്ടോ. ഇത് ഫുള്ളായിട്ടില്ല, മുട്ട് വരെ ഉള്ളൂ. നാട്ടിൽ നിന്നൊക്കെ വാങ്ങണം, അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ടാവും. പക്ഷെ ഇത് മുട്ട് വരെ ഉള്ളൂ. എന്തായാലും ഇതും നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. 10,000 mAh പവർ ബാങ്ക് കേട്ടോ. കാണുന്നുണ്ടാവും 10,000 ജിയോമിൻ്റെ പവർ ബാങ്കാണ്. ഇത് ഞാൻ ഏകദേശം ഒരു 5-6 മാസം യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. നല്ല അടിപൊളി സാധനമാണ്. ഞാൻ ഒന്ന് ഓൺലൈൻ തപ്പി അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. നമ്മൾ മാർക്കറ്റിൽ 450 രൂപ വരുന്നുള്ളൂ കേട്ടോ. ഒരു 2-3 പ്രാവശ്യമൊക്കെ മൊബൈൽ ഈസി ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു പവർ ബാങ്ക് കൂടി നമ്മൾ കൊണ്ടുവന്നു. സോളാറിൻ്റെ പവർ ബാങ്ക് നോക്കി, പക്ഷെ അത് കിട്ടാനില്ലേ ഒരു. ട്രാവലിങ്ങിന് പോർട്ടബിൾ ഗ്യാസ് ആട്ടാ. ഇത് നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ക്യാമ്പിംഗ് വീഡിയോസ് കാണുന്നവർക്കറിയാം. നമ്മൾ ഒരു ക്യാമ്പിംഗ് വീഡിയോസ് ആകെ ഒന്നും ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൽ നമ്മളിത് യൂസ് ചെയ്തിരിക്കണേ. ഇത് ഓൺലൈനിൽ വാങ്ങിയതാണ്. 450 രൂപ ഇതിന് ചാർജ് വരുന്നുണ്ട്. ചില ടൈമിൽ റേറ്റ് കുറഞ്ഞ് കൂടിയൊക്കെ നിൽക്കും. 450 രൂപ ഞാൻ വാങ്ങിയപ്പോണ്ട്. പിന്നെ ഇത് ഗ്യാസിൻ്റെ ചെറിയൊരു ഗ്യാസ് സിലിണ്ടറാണ്. 170 ഇതിന് MRP. നമ്മൾ ഷോപ്പിൽ ചെന്ന് വാങ്ങിയാൽ 150 രൂപക്ക് വരെ കിട്ടും സാധനം കേട്ടോ. ഇത് ഒന്ന് യൂസ് ചെയ്താൽ എനിക്ക് തോന്നുന്ന ഒരു 2, 3, 4 വട്ടം ചോറൊക്കെ വെക്കാം, റൈസൊക്കെ കുക്ക് ചെയ്യാൻ പറ്റും തോന്നുന്നു, എനിക്കറിയില്ല. എന്തായാലും ഇങ്ങനത്തെ ഒരു ഇതൊന്നുള്ളൂ ഇപ്പോൾ വാങ്ങിയിട്ടുള്ളത്. ഇന്ന് തിരൂർക്ക് പോകുന്നുണ്ട്. അപ്പോൾ ബാക്കി ഒരു 3-4 കൂടി വാങ്ങണം. 4 സ്റ്റോക്ക് വെക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചാർജർ സാധനമൊക്കെ ഇവിടെ യൂസ് ചെയ്യാൻ കേട്ടോ. കേബിള്, മൊബൈലിൻ്റെ ചാർജർ കേബിള്, അങ്ങനെ സാധനമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്ത് പോകുന്ന ടൈമിൽ ഒരുപാട് ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ സുഖമുള്ള അങ്ങനെ അതിൻ്റെ ബോക്സാണിത്. ഇതിൽ ഈ ചാർജസ് കാര്യങ്ങൾ കേബിള് അതായത് യൂസ് ചെയ്യണം. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ കേബിളും 2 വെച്ചിരിക്കണേ. സ്റ്റോക്ക് വെച്ചിട്ട് 2 വെച്ചിരിക്കുന്നത്. സംബന്ധിച്ച ബൈ ചാൻസ് നമ്മൾ എവിടെയെങ്കിലും ഉള്ളേരിയ ലോങ് ട്രാവലിംഗ് അല്ല, ഡാമേജ് ആയാലും നല്ല എമൗണ്ട് എടുക്കേണ്ടത് കിട്ടണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് എല്ലാ 2 ഞാൻ വാങ്ങി വെച്ചിരിക്കണ്. പിന്നെ മെഡിസിൻ്റെ ബോക്സാണ് ഇത്. ഡിജിടെക് മൈക്കിൻ്റെ ബോക്സ് ആട്ടോ. അത് ഞാൻ മാറ്റിയതാണ്. ഇതിലിപ്പോൾ ഹെഡ് പെയിന് അതുപോലെ കുറച്ച് ഗുളിക കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. കണ്ടാലൊക്കെ അറിയാം. ഹെഡ് പെയിന്, പനി, അങ്ങനെ മേലുവേദന, അങ്ങനത്തെ ഇനി ഗ്യാസിൻ്റെ ഗുളിക വാങ്ങാണ്ട്. പിന്നെ അതുപോലെ
ഫുഡ് ഇൻഫെക്ഷൻ ആയാൽ ഇതുപോലെ കേൾക്കുള്ള ഗുളിക ORS വാങ്ങണ്ടേ, അങ്ങനെ കുറച്ച് സാധനം കൂടി ഇനി വാങ്ങണ്ട. പുത്തൻ സൺഗ്ലാസ് അല്ല, അത്യാവശ്യം കോസ്റ്റ്ലി VIP സാധനത്ത് 1400 റിയാലിൻ്റെ എടുത്തിട്ട് സാധനത്തിന് തള്ളല്ല ഉള്ളത് പറഞ്ഞതാണ്. അടിപൊളി കമ്പനി സാധനങ്ങൾ. ഇതും കൂടി നമ്മൾ കൊണ്ടെടുക്കേണ്ട യാത്ര കളറാക്കി മാറ്റാം. ഇങ്ങനെയുള്ള 2 ചാർജർ നമുക്ക് മസ്റ്റായിട്ട് യൂസ്ഫുൾ ആണ് സംഭവം കേട്ടോ. പുറത്ത് പോകുമ്പോൾ അധിക സ്ഥലത്തും ഇങ്ങനത്തെ ഒരു കള്ളിപ്പിന്നെ ഉണ്ടാവുക, അവിടെ കൺവേർട്ട് ചെയ്തിട്ട് ഈ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ 2 നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. 2 ടൈപ്പ് ഇവിടെ ചാർജിങ് പോസിബിൾ ആണ്. പിന്നെ അതിന് പുറമെ ഞാൻ വേറൊരു സാധനം ഇവിടെ വാങ്ങിയിരിക്കുന്നത് സാധാ കണ്ടാ, ഇതും ചില സ്ഥലങ്ങളിൽ ഇതാവും ഉണ്ടാവുക. ഇതിന്മേൽ 2 ചാർജിങ് പോസിബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റ് നമുക്ക് കൊണ്ടുനടക്കും ചെയ്യാം. എന്താ മൊബൈൽ യൂസ് ചെയ്യുക, സിമ്പിളായിട്ട് ചാർജ് ചെയ്യുക. ഇതിന് മുകളിൽ കുത്താം, അവിടെയും കുത്താം, അങ്ങനെ കുറേ ഓപ്ഷൻസ് കിട്ടും. അപ്പോൾ ഇതും നമ്മൾ ഓരോന്നിച്ച് വാങ്ങിയിരിക്കുന്നത്. പിന്നെ സാധാ ഫോണിൻ്റെ ചാർജ്, ഇത് ഐഫോണിൻ്റെ ഇത് കയ്യിലുണ്ട്. പിന്നുള്ളത് നൈൽ കട്ടറാണ്, നഖം വെട്ടി ആവശ്യം വരും. പിന്നെ ഇതിൻ്റെ ഹെയർ ബാൻഡ് ആട്ടാ, ഇത് ജസ്റ്റ് സാമ്പിളിൽ വെച്ചെന്നുള്ളൂ. പിന്നെ ഇത് എയർപോഡ്, ഇത് മൈക്കാണ് കേട്ടോ, നമ്മൾ നോർമൽ മൈക്കില്ല. ഇനി എന്തെങ്കിലും ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ വയർഡാണ്, ഇത് കൂടി കയ്യിൽ വെക്കുന്നുണ്ട്. പിന്നെ ടോർച്ച്, ഇത് കൊണ്ടെടുക്കേണ്ടത് 2-in-1 ആണ്. എൻ്റെ ക്യാമ്പിങ് ടൈമിൽ എന്തെങ്കിലും ശബ്ദമൊക്കെ കേട്ടാൽ നമുക്ക് ടോർച്ച് അടിച്ച് നോക്കാമല്ലോ, അപ്പോൾ അതിന് വേണ്ടി കൊണ്ടെടുക്കുന്നത്. പിന്നെ സാനിറ്റൈസർ, ഇത് മസ്റ്റ് കേട്ടോ. പിന്നെ അതെന്നല്ല സേഫ്റ്റി ആയിട്ട് 2-3 സാധനങ്ങൾ നമ്മൾ കൊണ്ടെടുക്കുന്നത്. സെൽഫ് പ്രൊട്ടക്ഷൻ ഉള്ളത്, പിന്നെ വാച്ച് നോർമലി എടുത്തുണ്ടാവില്ല. ഇത് നമ്മളൊന്ന് കൊണ്ടുപോകണം, നമ്മുടെ ട്രിപ്പിൽ ഉൾപ്പെടുത്തുന്ന സാധനങ്ങൾ. പിന്നെ നട്ട്സ് സാധനം കുറേ ആൾക്കാർ വാങ്ങാൻ വേണ്ടി പറഞ്ഞു. ഡ്രസ്സ് ഐറ്റംസ് ഉണ്ട്, അപ്പോൾ അതൊന്നും ഈ കാണിച്ചിട്ടില്ല. ഡ്രസ്സ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ 2 പാൻറ്റും 3 ടീഷർട്ടും ഉള്ളൂ. പിന്നെ ഇന്നേഴ്സ് ഒരു 3-4 ഉണ്ട്, അത്ര തന്നെ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മൾ അന്നത്തെ ക്യാമ്പിങ്ങിന് കൊണ്ടുപോകുന്ന സാധനങ്ങൾ. ട്രാവലിങ്ങിന് 1 വർഷം എൻ്റെ കൂടെ ഉണ്ടാകുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഈ ഐറ്റംസ് ആയിട്ട് കൊണ്ടുപോകും. ലാപ്ടോപ്പ് കൊണ്ടുപോകണ കൺഫ്യൂഷനിലാണ്. അപ്പോൾ മീൻസ് എന്തെങ്കിലുമൊക്കെ ഡേഞ്ചർ ആകുമോ എന്തൊന്നും അറിയാൻ പറ്റില്ലോ. ഇതപ്പോൾ നമുക്ക് ഈ ക്യാമറൻ്റെ ബാഗ് സെപ്പറേറ്റ് നോക്കിയാൽ മതി. ചെറിയ ഷോൾഡർ ബാഗ് ഉണ്ട്, നോക്കിയാൽ മതി. ലഗേജ് പോയാൽ പിന്നെ അധികം കൂടി എക്സ്പെൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പം അങ്ങനെ പ്ലാനിങ് ഒക്കെ ഇട്ടത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. പോവല്ലേ, കൈ മുറിഞ്ഞെങ്കിൽ എനിക്ക് വരാതില്ല പറഞ്ഞാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പറയും അതിൽ നോക്കി പറയും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണോ, കമന്റ് ഇടണോ. അപ്പൊ അങ്ങനെ ഞാൻ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ വീണ്ടും എന്റെ കൈ വേഗം മാറ്റി ഞാനും വീഡിയോയിൽ വരുന്നതാണ്. അപ്പൊ ടാറ്റ എടുത്താൽ ബൈ. നമുക്ക് ഇനി എന്തായാലും ഫുൾ വീഡിയോയിൽ അടുത്ത ദിവസം മുതൽ കാണാം. താങ്ക് യു.